നമസ്കാരം, ഭാഗ്യം ചാനലിലേക്ക് സ്വാഗതം. ബിരിയാണി തിന്നാൽ, നല്ല ചിക്കൻ ബിരിയാണി അല്ലെങ്കിൽ നല്ല മട്ടൻ ബിരിയാണി കഴിച്ചാൽ ഭാഗ്യം കുറയും. അതിനെ പറ്റിയാണ് ഇതിനകത്ത് പറയുന്നത്. ഭാഗ്യം ചാനലിൽ നിങ്ങൾക്കറിയാവുന്ന പോലെ ഭാഗ്യം എങ്ങനെ നേടിയെടുക്കാം. എല്ലാവർക്കും ഭാഗ്യം വേണം. ഓക്കെ, ഭാഗ്യം ഉണ്ടെങ്കിൽ എല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. എല്ലാ തരത്തിലുള്ള സമ്പത്തും, പണം മാത്രമല്ല, എല്ലാ തരത്തിലുള്ള സമ്പത്തും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അപ്പോൾ ഭാഗ്യം വേണം. അപ്പോൾ ഭാഗ്യം കിട്ടാനുള്ള ടിപ്പുകൾ മാത്രമാണ് നമ്മൾ ഈ ചാനലിൽ നമ്മൾ അവതരിപ്പിക്കുന്നത്. നിരവധി വീഡിയോകൾ ചെയ്തു കഴിഞ്ഞാൽ ഇത് 6ാമത്തെ വീഡിയോ മറ്റോ ആണ്. അതെല്ലാം കാണാൻ ശ്രമിക്കാം. നോക്കൂ, ഞങ്ങൾ അവകാശപ്പെടുന്ന ഇതാണ്: ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഭാഗ്യം ഉണ്ടാകുന്നതാണ്. ഓക്കെ എന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നു. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചുറ്റിനും സംഭവിക്കുന്ന എന്താണെന്ന് ശ്രദ്ധിക്കുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് 2 മാസം തുടരുക. ഒരു പരീക്ഷണം എന്നുള്ള നിലയിൽ നിങ്ങൾ 2 മാസം ഭാഗ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, പിന്നെ ഹൈപ്പ് ചെയ്യുക എന്നുള്ള അത് നിങ്ങളുടെ ഫോണിൽ അവൈലബിൾ ആണെങ്കിൽ അതും ചെയ്യുക. എന്നിട്ട് ഈ 2 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഗണ്യമായ ഭാഗ്യങ്ങൾ വല്ലതും ഉണ്ടാവുന്നോ എന്നുള്ളത് ശ്രദ്ധിക്കുക. ഓക്കെ, എങ്കിൽ സബ്സ്ക്രിപ്ഷൻ തുടരുക. അതെല്ലാം നിർഭാഗ്യങ്ങളുടെ പരിപാടിയാണെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്തോളൂ, കുഴപ്പമില്ല. എങ്കിലും ഒരു പരീക്ഷണം എന്നുള്ള നിലയിൽ 2 മാസം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തെന്നും പറഞ്ഞ് നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല. എന്തായാലും 10-300 രൂപയ്ക്ക് നമ്മൾ ഇത് ഫോൺ റീചാർജ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെന്ന് പറഞ്ഞ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒരു നെഗറ്റീവായിട്ടുള്ള എന്തായാലും അത് പരീക്ഷിക്കാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറയുന്ന ഇതാണ്: ബിരിയാണി തിന്നാൽ ഭാഗ്യം കുറയുമോ? ബിരിയാണി മാത്രമല്ല, നോൺ വെജ് കഴിച്ചാൽ ഭാഗ്യം കുറയുമോ? അതാണ് നമ്മൾ ഇതിനകത്ത് പരിശോധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൽ പോയി മീൻ വാങ്ങിക്കുന്നു. നല്ല കടലിലോ കായലിലോ ഒക്കെ സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന മീനെയൊക്കെ പിടിച്ചുകൊണ്ട് വന്ന് അത് ചത്ത ശവമായിട്ട് അതിന് ശേഷമാണ് നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ ഒരു സംശയവും വേണ്ട, ചത്ത മീൻ ശവമാണ്. നെഗറ്റീവ് എനർജി കൊണ്ടുവരിക തന്നെ ചെയ്യും, 100% ഉറപ്പ്. ഇത് മുഴുവൻ കേൾക്കുക. കാരണം മീൻ ഇറച്ചി തിന്നരുതെന്നല്ല ഞാൻ പറയുന്നത്, മറിച്ച് തിന്നോളൂ. പക്ഷേ വീട്ടിൽ കയറ്റുമ്പോൾ ഇത് ശ്രദ്ധിക്കുക. നിങ്ങൾ കൊണ്ടുവരുന്നത് നെഗറ്റീവ് എനർജി ഉള്ള ശവത്തിനെ തന്നെയാണ്, 100% ഉറപ്പാണത്. ഓക്കെ, മീൻ മാത്രമല്ല, കോഴിയിറച്ചി, ബീഫ് ഇതൊക്കെ കൊണ്ടുവരിക മാത്രമല്ല, മീനൊക്കെ ചത്ത മീനെയൊക്കെ കണ്ടിച്ച് അതിൻ്റെ കുടലും പണ്ടമൊക്കെ എടുത്ത് കളയും. എവിടെ കളയുന്നത്? അത് വീട്ടിൻ്റെ സൈഡിലും വല്ലതൊക്കെ കളയും. ചിലർ കോർപ്പറേഷൻകാർ വരുമ്പോൾ ഈ പറയുന്ന ചില പ്രത്യേക സിസ്റ്റമുണ്ട്, അതിനകത്തോട്ടിടും. അപ്പോൾ അതെല്ലാം തന്നെ നെഗറ്റീവ് എനർജി സൃഷ്ടിക്കുന്നു. ഇത് കണ്ടിച്ച് കറി വെക്കുക മാത്രമല്ല, തിന്നുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശവത്തെ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ തന്നെ നെഗറ്റീവ് എനർജി വന്നു കഴിഞ്ഞു. അത് കഴിഞ്ഞ് കണ്ടിച്ച് കറി വെച്ച് നമ്മൾ തിന്നുകയും ചെയ്യുന്നു. അപ്പോൾ തിന്ന് കഴിഞ്ഞതിന് ശേഷം എന്താ സംഭവിക്കുക? തീർച്ചയായിട്ടും ഒരു ശവത്തിനെ നമ്മൾ തിന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് എനർജി ഉണ്ടാവും. 100% ഉറപ്പാണ് നെഗറ്റീവ് എനർജി ഉണ്ടാവും. അതൊരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ ദഹിക്കും, ശരി. പിന്നെ ബാക്കി അതിൻ്റെ വിസർജ്യ വസ്തുക്കൾ കുടലിലോട്ട് പോവും. എന്നിട്ട് ഇത് എന്നാണ് പുറത്ത് പോവുക കംപ്ലീറ്റ് ആയിട്ട്? ഒരു ദിവസം കൊണ്ടൊന്നും കംപ്ലീറ്റ് ആയിട്ട് പുറത്ത് പോകത്തില്ല. 1-2 ദിവസമെങ്കിലും നമ്മുടെ കുടലിൽ ഇത് കിടക്കും.
അതിന് ശേഷം സൗകര്യമുള്ളപ്പോഴേ അത് പുറത്ത് പോകത്തുള്ളൂ. ജീവനില്ലെങ്കിലും മീനെ തിന്ന് അതിൻ്റെ പാപം അത് കിട്ടും. അപ്പോൾ ഈ ചത്ത് കഴിഞ്ഞ മീനിൻ്റെയും ഇറച്ചിയുടെയും അവശിഷ്ടങ്ങൾ നമ്മുടെ ഉള്ളപ്പോൾ നെഗറ്റീവ് എനർജി ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പോൾ ഞാൻ പറയുന്ന നിർദ്ദേശമാണ്, നിങ്ങൾ മീനിറച്ചി കഴിച്ചോ, കഴിവതും അത് വീട്ടിൽ കയറ്റരുത്. കയറ്റിക്കോളൂ, പക്ഷെ കയറ്റുമ്പോൾ ഇത് ആലോചിച്ചോണം. ചത്ത ശവത്തിന് നെഗറ്റീവ് എനർജിയാണ് നമ്മൾ വീട്ടിൽ കൊണ്ടുവരുന്നത്. എന്നിട്ട് അത് കണ്ടിച്ച് കറി വെച്ച് തിന്ന് കുടലിൽ ഒരു 1-2 ദിവസം കിടന്ന് 3-ാമത്തെ ദിവസമെങ്കിലും അത് പുറത്ത് പോക്കുള്ളൂ. അപ്പം നെഗറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. മീനും ഇറച്ചിയും തിന്നരുതെന്നല്ല ഞാൻ പറഞ്ഞത്, കഴിവതും വീട്ടിൽ കയറ്റാതിരിക്കുക. വീട്ടിൽ നമ്മൾ കുക്ക് ചെയ്യാതിരിക്കുക. ഹോട്ടലിൽ പോയി കഴിച്ചോളൂ. ഓക്കെ, ഹോട്ടലിൽ പോയി പിന്നെ അല്ലെങ്കിൽ കല്യാണ പാർട്ടിയോ അല്ലെങ്കിൽ ബർത്ത്ഡേ പാർട്ടിയോ ഒക്കെ വരുമ്പോൾ കഴിച്ചോളൂ. പക്ഷേ കഴിക്കുമ്പോഴും ആലോചിക്കുക, ഇല്ല ചത്ത ശവത്തിനെയാണ് നമ്മൾ തിന്നുന്നത്. അത് 1-2 ദിവസം കഴിഞ്ഞിട്ടേ അത് ശരീരത്തിൽ നിന്ന് പുറത്ത് പോകത്തുള്ളൂ. അതുവരെ നമുക്ക് നെഗറ്റീവ് എനർജി ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പോൾ ഈ വിഷയം തന്നെ ഒന്ന് വഴിതിരിച്ചു വിടുകയാണ്. ഖുറാനിൽ, മുസ്ലിം മതഗ്രന്ഥമായ പുണ്യഗ്രന്ഥമായ ഖുറാനിൽ പറയുന്നത് എന്താണ്? തൊട്ടടുത്ത വീട്ടിൽ ഒരുത്തൻ പട്ടിണി കിടക്കുമ്പോൾ ഇപ്പുറത്തിരുന്ന് മൃഷ്ടാന്നം ആഹാരം കഴിക്കുന്നവൻ നല്ല മുസ്ലിമല്ല, നല്ല മനുഷ്യനുമല്ല. ഓക്കെ, ഞാൻ ഹിന്ദുവാണ്, ജന്മം കൊണ്ട് ഹിന്ദുവാണ്. പക്ഷേ മുസ്ലിം മതത്തിൻ്റെയും ക്രിസ്തു മതത്തിൻ്റെയൊക്കെ നല്ല പാഠങ്ങളെല്ലാം തന്നെ, നല്ല പാഠങ്ങളെ മതഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നുള്ളൂ. ഓക്കെ, അതെല്ലാം തന്നെ എൻ്റെ ജീവിതത്തിൽ കഴിവതും എല്ലാം തന്നെ പകർത്താൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ തൊട്ടടുത്ത വീട്ടിൽ, ഇപ്പോൾ എൻ്റെ തൊട്ടടുത്ത വീടുകളിലൊന്നും ആരും പട്ടിണി കിടക്കുന്നില്ല, എങ്കിലും ഞാൻ അന്നദാനം ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ബിരിയാണി കഴിച്ചില്ലെങ്കിലും മറ്റുള്ളവർക്ക് ബിരിയാണി മേടിച്ച് കൊടുക്കണമെന്നല്ല ഞാൻ പറയുന്നത്. കഴിവതും നമ്മൾ നോൺ വെജ് ഒഴിവാക്കണം. ഓക്കെ, തീർച്ചയായിട്ടും അന്നദാനം മഹാദാനമാണ്. ഓക്കെ, അപ്പോൾ ഖുറാനിൽ പറഞ്ഞ പോലെ തന്നെ എല്ലാ മതഗ്രന്ഥങ്ങളിലും പറഞ്ഞ പോലെ പട്ടിണി കിടക്കുന്നവനെ അന്നദാനം ചെയ്യാം. ഓക്കെ, ഞാനും തൊട്ടടുത്ത വീടുകളൊന്നും പട്ടിണി ഇല്ലെങ്കിലും ഞാനും ഇടയ്ക്കിടയ്ക്ക് അന്നദാനം ചെയ്യാറുണ്ട്. അത് തന്നെ കഴിവതും നോൺ വെജ്, അത് വേറൊരു വിഷയമാണ്. അതായത് മീൻ അല്ലെങ്കിൽ ഇറച്ചി ഒരു സുഹൃത്തിന് അല്ലെങ്കിൽ ഒരു ബന്ധുവിന് കൊടുത്തു കഴിഞ്ഞാൽ തമ്മിൽ വഴക്കാവുന്നൊരു വിശ്വാസമുണ്ട്. എനിക്കനുഭവമുള്ളതാണ്. പണ്ടൊരു കാലത്ത്, അതായത് ഒരു 10-20 വർഷത്തിന് മുമ്പ്, കക്കയിറച്ചി ഞങ്ങളുടെ വീട്ടിൽ വാങ്ങിച്ചു. അത് കുറേ അധികം ഞങ്ങൾക്ക് കിട്ടി, അപ്രതീക്ഷിതമായിട്ട് കിട്ടി, കൊണ്ടുവന്നു. അപ്പോൾ എൻ്റെ ഒരു ബന്ധു, അടുത്ത ഒരു ബന്ധു വീട്ടിൽ വന്നു. അവർക്ക് ഇത് പച്ചയായിട്ട് തന്നെ ഇത് കൊടുത്ത് ഏകദേശം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഞാനും ആ ബന്ധുവായിട്ട് ഉടക്കായി ഏതാണ്ട് 2.5 വർഷം ഞങ്ങൾ തമ്മിൽ മിണ്ടില്ലായിരുന്നു. അനുഭവമാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരു പറഞ്ഞ കണക്ക് മദ്യം ഉണ്ടാക്കരുത്, മദ്യം കുടിക്കരുത്, കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞു. അതുപോലെ ഞാൻ ജീസസ് സാംബശിവൻ പറയുന്നത്, കഴിവതും നമ്മൾ നോൺ വെജ്, അത് കക്കയിറച്ചി മാത്രമല്ല, മീനൊന്നല്ല, ഇറച്ചി ആയാലും പച്ചയായിട്ടായാലും കറി വെച്ചായാലും നമ്മൾ കഴിവതും ആർക്കും കൊടുക്കാതിരിക്കുക. അവരുമായിട്ട് വഴക്കുണ്ടാകാറുണ്ട്. ഓക്കെ, അങ്ങനെയാണ് അനുഭവം, എൻ്റെ അനുഭവം അതുകൊണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ പേന, ഓക്കെ, പേനയും ആർക്കും
ദാനം കൊടുക്കരുത്. എൻ്റെ അനുഭവമാണ്. ഞാൻ അങ്ങനൊരു വിശ്വാസമുണ്ട്. എൻ്റെ അനുഭവം ഞാൻ പറയാം. പേന, ഓക്കെ, പേന എൻ്റെ ഒരു സുഹൃത്തിന് ഞാൻ കൊടുത്തു ഒരു തവണ. ഗിഫ്റ്റായിട്ട് കൊടുത്തു, സമ്മാനമായിട്ട് കൊടുത്തു. ഓക്കെ, ഞങ്ങൾ വഴക്കായി. അതുകൊണ്ട് സൂക്ഷിച്ച് കണ്ടൊക്കെ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഏകദേശം 10 മിനിറ്റായി. അപ്പോൾ ഇത് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഓക്കെ, അപ്പോൾ സംഭവം ഇതാണ്. നമ്മൾ നോൺ വെജ് കഴിക്കരുതെന്ന് ഞാൻ പറയുന്നില്ല. കഴിവതും വീട്ടിൽ കഴിക്കരുത്, ഒഴിവാക്കുക. പിന്നെ വല്ലപ്പോഴുമൊക്കെ നിങ്ങൾ ഹോട്ടലിലോ അല്ലെങ്കിൽ പാർട്ടിക്കൊക്കെ പോകുമ്പോൾ ആവാം. ഓക്കെ, അത്രയേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ തീർച്ചയായിട്ടും അന്നദാനം കൊടുക്കുമ്പോഴും നോൺ വെജ് കൊടുക്കരുത്, തമ്മിൽ വഴക്കാവും. പിന്നെ ഖുർആനിൽ പറയുന്നത് നമ്മൾ നല്ല പാഠങ്ങളെല്ലാം തന്നെ ഏത് മതഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ നല്ല കാര്യവും നമ്മൾ ജീവിതത്തിൽ പകർത്തുക. നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ അത് ഏത് രീതിയിലുള്ള നിലവാരത്തിലുള്ള ആഹാരമായാലും കഴിവതും പറ്റുമെങ്കിൽ ഒരാൾക്ക് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു നേരത്തെ ആഹാരം നമ്മൾ ദാനം ചെയ്യുക ചെയ്യണം. ഓക്കെ, അപ്പോൾ തൽക്കാലം ഇത്രേ ഈ വീഡിയോയിൽ പറയുന്നുള്ളൂ. കാര്യം 10 മിനിറ്റ് കഴിഞ്ഞു. ഭാഗ്യങ്ങളുടെ പെരുമഴ വരും. പെരുമഴ 10 മിനിറ്റ് കൂടുതൽ പെയ്താൽ വെള്ളപ്പൊക്കം വരും. അതുകൊണ്ട് തൽക്കാലം വീഡിയോ അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ നിർഭാഗ്യങ്ങൾ മാത്രമാണുള്ളത്, കിട്ടാനുള്ളത് സൗഭാഗ്യങ്ങളുടെ പെരുമഴ. ഓക്കെ, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഭാഗ്യം ഉണ്ടാകുമെന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നു. എല്ലാ വീഡിയോയും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഓക്കെ, കമൻറ്റ് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.